ഈ വീഡിയോയിൽ ഫെസ്റ്റിൽ എങ്ങനെയാണ് ടോപ്പിക് രജിസ്ട്രേഷൻ നോക്കാം. അതായത് രജിസ്ട്രേഷൻ്റെ താഴെ ടോപ്പിക് രജിസ്ട്രേഷൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടെ കുറച്ച് പരിപാടികൾക്ക് ഓൾറെഡി ടോപ്പിക് രജിസ്ട്രേഷൻ ഉള്ളതായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രാംസിന് ടോപ്പിക് രജിസ്ട്രേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പ്രോഗ്രാമിൻ്റെ പേജിലേക്ക് വരാം. ഏതൊക്കെ പരിപാടിക്കാണ് ആഡ് ചെയ്യേണ്ടത് പരിപാടികൾ സെലക്ട് ചെയ്യാം. സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്യാം, സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെറ്റിങ്സിൻ്റെ ഇതിൽ വരിക രജിസ്ട്രേഷൻ്റെ പാർട്ട്. രജിസ്ട്രേഷനിൽ റിക്കവർ ടോപ്പിക് രജിസ്ട്രേഷൻ എന്നുള്ളത് ഓൺ ആയി കൊടുക്കുക. ഈ ടോപ്പിക് രജിസ്ട്രേഷൻ ഇപ്പം തന്നെ പബ്ലിക് ടീമേഴ്സിന് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഓൺ ചെയ്യാം. റിവ്യൂ ചേഞ്ചസ്, അപ്ലൈ സെറ്റിങ്സ്. ഇപ്പോൾ ടോപ്പിക് രജിസ്ട്രേഷൻ ഇപ്പോൾ ഇവർക്ക് ഓൺ ആയിരിക്കും. ടീം മാനേജേഴ്സിനും ഓണായെന്ന് കാണാൻ കഴിയും. ഇവിടെ കുറച്ചും കൂടെ പരിപാടികൾക്ക് ഇപ്പോൾ ടോപ്പിക് രജിസ്ട്രേഷൻ വന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ടോപ്പിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന നോക്കാം. ടീം മാനേജേഴ്സിൻ്റെ പേജിലാണെങ്കിൽ ഈ ഓപ്പൺ ആയിട്ടുള്ള പരിപാടികളിൽ മാത്രമേ ടോപ്പിക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അതിലിപ്പോൾ നമ്മൾ അദീസ് എടുത്തു. ഇവിടെ കുറച്ച് രജിസ്റ്റർ ചെയ്ത് കാണാൻ കഴിയും. കുട്ടികളുടെ രജിസ്ട്രേഷൻ ഇവിടെ കാണുന്നുണ്ട്. അവിടെ ടോപ്പിക്ക് റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്രൂവ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. ഇത് ടീം മാനേജേഴ്സിൽ നിന്ന് വന്ന ഒരു ടോപ്പിക്കാണ്. റിവ്യൂ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അപ്രൂവ് കൊടുത്തതിനൊക്കെ ടോപ്പിക്ക് ഇവിടെ അപ്രൂവ് ആയിട്ട് കാണാൻ കഴിയും. ഇനി അഡ്മിൻ തന്നെ വേണമെങ്കിൽ ഇവിടെ ടോപ്പിക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ അഡ്മിൻ ആഡ് ചെയ്യാം, അപ്പോൾ തന്നെ അപ്രൂവ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് മറ്റൊരു കാര്യമാണ്, സാധാരണ ടീം മാനേജേഴ്സിൻ്റെ പേജിൽ എല്ലാ ടീമുകളുടെയും ടോപ്പിക്ക് ഇവിടെ കാണിക്കുന്നത് കാണാൻ കഴിയും. നമുക്ക് ആ ടീമിൻ്റെ മാത്രം ടോപ്പിക്ക് കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ കോൺഫിഗർ വരിക. ഇവിടെ ജനറൽ സെറ്റിങ്സിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടോപ്പിക്സ് എന്നുള്ള ഭാഗത്ത് താഴെ അലോ ക്രോസ് ടീം ടോപ്പിക് വ്യൂ എന്നുള്ളത് ഓൺ ആയിരിക്കും ഡിഫോൾട്ടായിട്ട്. നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ടീം മാനേജേഴ്സിന് മറ്റ് ടീമുകളുടെ ടോപ്പിക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. നമുക്കിവിടെ ഓൺ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് ടോപ്പിക് രജിസ്ട്രേഷൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അഡ്മിൻ പേജിൽ ടോപ്പിക് രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണെങ്കിലും നമുക്ക് റിവ്യൂ ചെയ്യാനും ഇവിടെ ടോപ്പിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ടീം മാനേജേഴ്സിന് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ടോപ്പിക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ടോപ്പിക്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ ഓരോ പ്രോഗ്രാമിൻ്റെ സെറ്റിങ്സ് ടോപ്പിക് രജിസ്ട്രേഷന് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു അലോ ക്രോസ് ടീം ടോപ്പിക് വ്യൂ എന്നുള്ളത് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ടോട്ടലി എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രൂവൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, കൂടുതൽ പേരുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷന് ഇവിടെ നിന്ന് തന്നെ ടോപ്പിക് രജിസ്ട്രേഷൻ ഓൺ ആണോ ഓഫ്, ഒരു പേരുടെ ടോപ്പിക് രജിസ്ട്രേഷൻ ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓഫ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. ടോപ്പിക് രജിസ്ട്രേഷൻ എന്തായത് ഓഫ് കൊടുത്തിട്ട് റിവ്യൂ ചേഞ്ചസ് ഇവിടെ നിന്ന് ടോപ്പിക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്.